കൊല്ലത്തേക്ക് വരുമ്പോൾ തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല. CPM-നെ സംബന്ധിച്ച് പൊന്നാപുരം കോട്ടയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടക്കം കണ്ടത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ജില്ലയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉശിര് എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട് മുന്നണികൾ? കണ്ണൻ നായർ തത്സമയം ചേരുന്നുണ്ട്. കണ്ണൻ, തീരദേശ മേഖല, മലയോര മേഖല, കശുവണ്ടി തൊഴിലാളികൾ, അങ്ങനെ കർഷക തൊഴിലാളികൾ, ഒരുപാട് മേഖലകൾ, RSPയുടെയും CPM-ന്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഒരുപാട് സാന്നിധ്യമുള്ള, ഒരുപാട് സംഘടനകൾ, ട്രേഡ് യൂണിയനുകൾ ഉള്ള ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ എന്താണ് പ്രതീക്ഷകൾ? കഴിഞ്ഞ തവണത്തെ രണ്ടിനും അപ്പുറത്തേക്ക് ഉള്ള പ്രതീക്ഷകൾ, ആ നിലയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ UDF-ന്റെ ഭാഗത്തുനിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ? മറുകാമ്പിലുള്ള മറ്റ് സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങൾ, മാത്രമല്ല മീനച്ചൂട് കടുക്കുകയാണ്. അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ടാണോ സ്ഥാനാർത്ഥികളൊക്കെ മുന്നോട്ട് പോകുന്നത്? പ്രചരണം ഏത് ദിശയിലാണിപ്പോൾ കണ്ണൻ? ഇന്നലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട ഒരു പ്രദേശം കൊല്ലം ജില്ലയാണ്, പുനലൂരാണ്. പുനലൂർ സാധാരണ വലിയ രീതിയിൽ ചൂട് ഉള്ള പ്രദേശമാണ്. അതിനേക്കാൾ വലിയ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചൂട് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാര്യം കഴിഞ്ഞ തവണ LDF അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് 9 സീറ്റുകൾ LDF-ന്, 11-ൽ 9 സീറ്റുകൾ LDF-ന് ഇവിടെ നിന്ന് നേടാൻ സാധിച്ചു. ഇപ്പോൾ വലിയ വാശിയോടുകൂടിയുള്ള മത്സരങ്ങളാണ്. പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും തമ്മിൽ വാശിയോടുകൂടിയുള്ള മത്സരം നടക്കുമ്പോൾ 9-ൽ കുറയാത്ത സീറ്റുകളെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ ഭരണത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്നുള്ള വിജയത്തിൽ CPM-ന് തന്നെയുണ്ട്, LDF-നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണിപ്പോൾ LDF-നുള്ളത്. അവർ ലക്ഷ്യമാക്കുന്ന പ്രധാനപ്പെട്ട ജയിക്കും എന്ന് ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് LDF-ന്റെ ആൾക്കാർ പറയുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് രഘുപുരമാണ്. അതിനുശേഷം ചടയമംഗലം, ഒപ്പം തന്നെ പത്തനാപുരം അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ജയിക്കും എന്നുള്ള വിശ്വാസമാണ് അവർ പങ്കുവെക്കുന്നത്. എന്നാൽ അതൊരു ജനങ്ങൾ എത്തരത്തിൽ പ്രതികരിക്കും എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം. അവർ ചില പാർട്ടിയുടെ കണക്കുകളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടാണ് അങ്ങനെ വിജയിക്കും എന്ന് ഉറപ്പ് പറയുന്നതും. പക്ഷേ UDF-ന് പരമാവധി സീറ്റുകൾ ഇവിടെ ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കരുനാഗപ്പള്ളിയും കുണ്ട്രയുമാണ് നിലവിൽ 2 നിയമസഭാ മണ്ഡലങ്ങൾ കോൺഗ്രസിനുള്ളത്. ഒരു കാലത്ത് ചവറ, ഈ കൊല്ലം എന്ന് പറയുന്നത് RSPയുടെ പ്രധാനപ്പെട്ട തട്ടകമായിരുന്നു. ചവറ മുതൽ ചവറ വരെ എന്ന പേര് പോലും RSPക്ക് ഉണ്ടാക്കിയെടുത്ത് ഈ കൊല്ലത്തെ പല വിജയങ്ങളുമാണ്. 96-ൽ 5 പേർ ഇവിടെ നിന്ന് ഈ കൊല്ലം ജില്ലയിൽ നിന്ന് ജയിച്ച ഒരു സാഹചര്യമുണ്ടെന്ന്. പക്ഷേ RSP ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയ കാര്യം. പക്ഷേ അങ്ങനെയൊക്കെയുള്ള ശക്തിയുള്ളായിരുന്ന RSP ഇപ്പോൾ ഒന്നുമല്ലാതായിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി RSPക്ക് ഇവിടെ നിന്നൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു നിയമസഭാംഗം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചവറയിലും കുന്നത്തൂരും ജയിക്കുക എന്നുള്ളത് RSPയുടെ അഭിമാന പോരാട്ടമാണ്. ഇരുവരും അടക്കം ജയിക്കുക എന്നുള്ളത് അഭിമാന പോരാട്ടമായി തന്നെ കാണുകയാണ്. പിന്നീട് എടുത്ത് പറയേണ്ടത് ചാത്തന്നൂരാണ്. ചാത്തന്നൂരിൽ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. ചാത്തന്നൂരിൽ ജാതി സമൂഹങ്ങളനുസരിച്ചുള്ള വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ അവിടെ ആര് ജയിക്കും തോൽക്കുമെന്ന് പറയുക അസാധ്യമാണ്. 127 സ്ഥാനാർത്ഥികളാണ് നിലവിൽ ഈ നിമിഷം വരെ ഇപ്പോൾ പത്രിക നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള ആൾക്കാർ ഇന്ന് അല്പസമയത്തുള്ള ബാക്കിയുള്ള പത്രികകൾ കൂടി പിൻവലിക്കാൻ ആൾക്കാർ. കണ്ണൻ നായരാണ് ഇവരെ നൽകിയത്. കൊല്ലത്തങ്ങനെ പ്രവചനാതീതമായിട്ടുള്ള പോരാട്ടമാണ് എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത് എന്നാണ് കണ്ണൻ വിവരിച്ചത്.